നിന്റെ സുന്ദര രൂപം നോക്കി ഒരു ജനത പറയുന്നു, നിനക്ക് എന്തിൻ്റെ പോരായ്മയായിരുന്നു കുട്ടിയെന്ന്. ആ ഫോട്ടോയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ നോക്കി പറയുന്നു, ഈ പണ്ടാര പഹയന് ഇവനെന്ത് ഗ്ലാമറാണ് എന്ന്. പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി എന്നെ എന്ന് ചേർത്ത് വെച്ചതിൻ്റെ പേരിൽ, എൻ്റെ ഭർത്താവ് എന്ന് ചേർത്ത് വെച്ചതിൻ്റെ പേരിൽ, അവർ പറഞ്ഞ വാക്കുകളുടെ പേരിൽ എന്തിന് നീ ജീവനൊടുക്കി സഹോദരി എന്നെല്ലാവരും ചോദിക്കുകയാണ്. വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ വിവേചനത്തിൻ്റെ ഫാസിസം, അത് ഈ മനുഷ്യന് പറഞ്ഞതാണ് കുട്ടി. മനുഷ്യനത് പറഞ്ഞതാണ്. അത് നിൻ്റെ പോരായ്മ കൊണ്ടല്ല, വിവേചനത്തിൻ്റെ ഫാസിസം ബാധിച്ച മനസ്സിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ നിൻ്റേതല്ല. നിന്നെ കണ്ടൊരു സുപ്രഭാതത്തിലല്ല ആ ഒരു പുരുഷന് അതുപോലുള്ള വികാരങ്ങൾ ഉത്ഭാവിക്കുന്നത്, അതുപോലുള്ള വിവേചനത്തിൻ്റെ രാഷ്ട്രീയം അവനിൽ പിറക്കുന്നത് ആ ഒരു സുപ്രഭാതത്തിലല്ല. അവൻ്റെ ബാല്യകാലം തൊട്ടേ വളർത്തിയെടുത്തൊരു സംസ്കാരത്തിൻ്റെ പ്രതിഫലനമായിരുന്നു കുട്ടി എന്ന് നീ തിരിച്ചറിയാതെ പോയല്ലോ എന്ന് ഒരു ലോകം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനോടുള്ള ഇഷ്ടത്തിൽ നീ നിന്നെ സ്നേഹിക്കാൻ മറന്നുപോയല്ലോ കുട്ടി എന്ന് ചോദിക്കുകയാണ്. അവൻ്റെ മുഖത്തിട്ടൊന്നടിച്ച് നിനക്ക് പറയാനുള്ളതും പറഞ്ഞ് നീ പുറത്തു വന്നിരുന്നെങ്കിൽ ലോകം നിനക്ക് ക്ലാപ്പ് അടിച്ചേനെ. എങ്കിലും നിൻ്റെ കഥ പറയാതെ വയ്യ. കാരണം നിന്നെപ്പോലുള്ള സാഹചര്യം അനുഭവിക്കുന്നവർ തന്നെയാണ് 100% ആൾക്കാരും എന്ന് വേണമെങ്കിൽ പറയാം. 1% 100% എന്തെങ്കിലും ഒരു വിവേചനത്തിൻ്റെ ഭാരം പേറി നടക്കുന്നവരാണ്. അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങും. ഏറ്റവും കൂടുതൽ ഇത് തുടങ്ങുന്നത് ദാമ്പത്യത്തിൽ നിന്നാണ്. ഒരു സാമൂഹിക ബന്ധത്തിൻ്റെ അടിത്തറയായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തുടങ്ങുന്നു. പിന്നെ സമൂഹത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് പല രീതിയിലായിട്ട് ഇത് വ്യാപിക്കുന്നു. ഇവിടെ കുറവ് ഒരാൾ കറുത്തതായി എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ വെളുത്തതായി എന്നതുകൊണ്ടോ അല്ല. രണ്ടിനും സൗന്ദര്യം ഈക്വലാണ്. പക്ഷേ സാമൂഹികമായി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. എന്തൊരു ഇതാണെങ്കിലും അങ്ങനെയാണ്. എന്തൊരു കാര്യമാണെങ്കിലും ഒരാൾ പണക്കാരനായി എന്നുള്ളതോ അല്ലെ പാവപ്പെട്ടവനായി എന്നുള്ളതോ, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരു സാമൂഹിക വ്യവസ്ഥയിൽ പിറന്നു എന്നുള്ളത് കൊണ്ടോ മറ്റൊരാൾ മറ്റൊന്നിൽ പിറന്നത് കൊണ്ടോ ഒന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ പോരായ്മ അവർ കുറ്റപ്പെടുത്തുന്നതിനല്ല, മറിച്ച് കുറ്റപ്പെടുത്തുന്നവരുടെ മനസ്സിനാണ്. വിവേചനവും വിദ്വേഷവും കാണിക്കപ്പെട്ടവനല്ല ഇവിടെ പോരായ്മ, മറിച്ച് ഈ കാണിക്കുന്ന മനസ്സിനാണ്. നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുകയാണ് വേണ്ടത്. നമ്മൾ എക്സാമിൻ ചെയ്യുകയാണ് വേണ്ടത്. നമ്മളുള്ളിൽ എന്ത് തരം ചിന്തകളാണ് നമ്മൾ വാണുകൊണ്ടിരിക്കുന്നത്? മറ്റു മനുഷ്യനെ വെറുക്കുന്ന രാഷ്ട്രീയമാണോ, വെറുക്കുന്ന മാനസികാവസ്ഥകളാണോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ചോദിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട പങ്കാളിയോട് നമ്മൾ കാണിക്കുന്നത് എന്താണ്? എന്തെങ്കിലും രീതിയിലുള്ള വിവേചനമാണോ? പ്രായത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും സ്വഭാവത്തിൻ്റെ പേരിൽ നമ്മൾ അവരെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണോ? ഒരിക്കലും അത് അവരുടെ പോരായ്മയല്ല. ഒരു മനുഷ്യൻ അവരെങ്ങനെയാണോ അങ്ങനെ അവരെ സൗന്ദര്യവാനും സൗന്ദര്യവതികളുമാണ്. അതിലൊരു പോരായ്മയില്ല. ആദ്യം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സൗന്ദര്യത്തെയാണ്. ഓരോ മനുഷ്യനും അവനോടുള്ള ഇഷ്ടത്തെയും അവനുള്ള വിശ്വാസത്തെയുമാണ് ഒരാൾ ദൃഢമാക്കേണ്ടത്. ഞാൻ ആരാണെന്ന് ശരിക്കും അറിയണം. ഇതുപോലെ വിവേചനം അനുഭവിക്കുന്ന ഒരു ഇടമാണെങ്കിൽ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു പറയാൻ അവന് സാധ്യമാവണം, അവൾക്ക് സാധ്യമാവണം. അപ്പോഴേ നമുക്ക് ഈ ഭൂമിയിൽ നമ്മളൊരിക്കലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു പ്രതികരണം മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കാനേ പാടില്ല. ആ പ്രതീക്ഷകളാണ് പലപ്പോഴും മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഒന്ന് കാണുന്നതാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് പ്രതീക്ഷകൾ അർപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾക്കുള്ളിലെ ഇൻസെക്യൂരിറ്റീസിൽ നിന്ന് രൂപപ്പെടുന്നതായിരിക്കും. ഒരുപക്ഷെ എന്നെ ഒരുപാട് പേര് എന്തെങ്കിലും എൻ്റെ ഇൻസെക്യൂരിറ്റി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശിച്ചത് എന്നിലൊരു സംസ്കാരമായി വളർന്ന് അത് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സ്വന്തം തൊഴിലിൽ ഏതെങ്കിലും ബോസിന് കൊടുക്കേണ്ട തെറി അത് സ്വന്തം പ്രിയ പങ്കാളിക്ക് കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പം തൊഴിലിൽ ഏറ്റവും താഴ്ന്നൊരു ജോലിയിലാണ് ചെയ്യുന്നത്. ഒരു ജോലിയും താഴ്ന്നതല്ല, എല്ലാം മികച്ചതാണ്. അവിടെ വരുന്നൊരു അസൂയയുടെയും പകയും തീർക്കുന്നത് ചിലപ്പം തനിക്ക് ഏറ്റവും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളിലായിരിക്കും. അങ്ങനെ പല രീതിയിലുമായിട്ട് ഇതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പോരായ്മ അവൻ്റെ മനസ്സിനായിരുന്നു, നിന്നെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട അവൻ്റെ മനസ്സിന്. അതിൽ പോരായ്മകളെ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ വൈറസുകളെ ഉണ്ടായിരുന്നുള്ളൂ.
അത് വളർന്ന് അത് നിന്നെ കണ്ട നിമിഷം തുടങ്ങിയതാണ് എന്നുള്ളതാണ് നിൻ്റെ തെറ്റ്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പോലും ആ 2 ഫോട്ടോയും കാണുമ്പോൾ നിനക്കായിരുന്നു എല്ലാവരും പ്ലസ് പോയിൻ്റ് തന്നത്. നിനക്ക് ഒരുപാട് പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. നിൻ്റെ ചൈൽഡ്ഹുഡിൽ നിനക്ക് സ്നേഹം വാരി വിതറാൻ പറ്റിയൊരു കുടുംബം ഉണ്ടായിരുന്നു. അവർ സ്നേഹം വാരി കോരി വിതറി. അത് നീ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിച്ചു. എൻ്റെ ഭർത്താവ് എന്ന് ചേർത്ത് വെച്ചൊരു പുരുഷനെ നിനക്ക് തന്നപ്പം അവരിൽ നിന്നും നിൻ്റെ ബാല്യകാലം തൊട്ടേ നിൻ്റെ രക്ഷിതാക്കൾ തന്ന സ്നേഹം നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ പ്രതീക്ഷക്കനുസരിച്ചുള്ള ഒരു ഉത്തരം അവരിൽ നിന്ന് കിട്ടാതിരുന്നിട്ടുണ്ടാവാം. പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു. നീ ഒരു പ്രതീകമാണ്, നീ ഒരു ഐക്കണാണ്. ഇതുപോലെ അനുഭവിക്കുന്നവരാണ് 100-ൽ 100 എന്ന് വേണമെങ്കിൽ പറയാം. 100-ൽ 100 പേർക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. എന്തിൻ്റെങ്കിലും പേരിൽ വിവേചനം. അതിന് വർണ്ണവും അതിന് മതവും ജാതിയും രാഷ്ട്രീയവും സമ്പത്തും ഒക്കെ ഒരു മാനദണ്ഡമാക്കുന്നു എന്നേ ഉള്ളൂ. മനുഷ്യനുള്ളിലെ വിവേചനത്തിൻ്റെ പോരായ്മകളുടെ ഈ ഒരു മനസ്സിന് അവർ റെഫറൻസ് ആക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഒരാൾ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് തുറന്ന് പറയുകയാണ് വേണ്ടത്. എന്നിട്ടും പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ ഗുഡ് ബൈ പറയാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. അതിനൊന്നും ഇവിടെ ഒരു വിട്ടുവീഴ്ച. എന്നാലും സ്വന്തം ജീവിതം മുടക്കാൻ വേണ്ടി അതൊരു കാരണവുമാക്കരുത്. കാരണം എൻ്റെ എന്ന് ഒരാളെ നിങ്ങളോട് ചേർത്ത് വരുമ്പോൾ അത് ഞാൻ ആവുന്നില്ല എന്നുള്ള പ്രത്യേകം തിരിച്ചറിയണം. ഞാനും എൻ്റേതും രണ്ടാണ്. ഞാൻ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവേണ്ടത് അവനവനോടാണ്. പിന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രതികരണം എപ്പോഴും ഞാൻ ഉദ്ദേശിച്ച രീതിയിലാവില്ല എന്നുള്ള വിശ്വാസം അത് 100% എല്ലാവരിലും ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഇനി ഇതുപോലെ വിവേചനത്തിൻ്റെ പേരിലുള്ള ഒരു ആത്മഹത്യക്കും ഒരാളും നിമിത്തമാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.